പോകുന്ന കോഴിക്കോട് തിക്കോടിയില് ബസ് യാത്രക്കാരിയെ ദേശീയപാതയിൽ ഇറക്കിവിട്ട സംഭവമില്ലേ? അതില് കൃതിക ബസിനെതിരെ നടപടിക്ക് ശുപാർശ വരുന്നുണ്ട്. ബസിന്റെ ലൈസൻസ് റദ്ദാക്കാനും പിഴ ഈടാക്കാനും പയ്യോളി പോലീസ് RTOക്ക് റിപ്പോർട്ട് നൽകി. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ബെൻസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, നടപടിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. നടപടി അല്ലെങ്കിലും ഈ വിഷയത്തിൽ നടപടി വന്നേ മതിയാവുകയുമുള്ളൂ. ത്ത് ഇറങ്ങേണ്ട യാത്രക്കാരിയെ രാത്രി 8 മണിയോട് കൂടി തന്നെ ദേശീയപാതയിൽ ഇറക്കി വിടുകയും അവിടെ നിന്നും കോണി ഉപയോഗിച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്ത ആ കാഴ്ച കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇത് ആ പ്രദേശത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പകൽ ഉൾപ്പെടെ അതേ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ ഈ യാത്രക്കാരെ അവിടെ ഇറക്കി വിടുകയും കോണി ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി നടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത്. പിന്നീട് ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീ തന്നെ പരാതി നൽകുകയും തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബസ്സിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ശുപാർശ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് നൽകിയിട്ടുള്ളത്. അതായത് ഈ ബസ് ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസ് റദ്ദാക്കാനും അതോടൊപ്പം തന്നെ പിഴ ഈടാക്കാനുമുള്ള നിർദ്ദേശമാണ് നിലവിലിപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ പരാതികളുടെയും അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ബസ് കൃതിക എന്ന സ്വകാര്യ ബസ്സാണ് യുവതിയെ ഇറക്കി വിട്ടത്. അപ്പോൾ ആ ബസ് തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നാട്ടുകാർ കടക്കുന്നതും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ചെയ്ത ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ ഉൾപ്പെടെ ഏകദേശം ഒരാൾ പൊക്കത്തിലാണ് കോണി വെച്ച് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങി ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് വീണ്ടും യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പോലീസിന്റെ ശുപാർശയിൽ കൃത്യമായിട്ടുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേതുലക്ഷ്മി. ഓക്കെ, ശരി. ഓക്കെ.